കേരള PSC മുഖാന്തരം അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസറിലേക്ക് ഒരു യൂണിഫോം പോസ്റ്റാണ്. അതിലേക്കുള്ള നോട്ടിഫിക്കേഷൻ ഇപ്പോൾ റിലീസ് ചെയ്തിട്ടുണ്ട്. അപേക്ഷ തുടങ്ങിയിട്ടുണ്ട്. വനിതകൾക്കായിരിക്കും ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നത്. ഒരു സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ പറയാൻ പോകുന്ന യോഗ്യതയുള്ള സുഹൃത്തുക്കളെ, സഹോദരിമാരെയൊക്കെ അറിയാമെന്നുണ്ടെങ്കിൽ അവരിലേക്ക് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. മിനിമം 10th ആണ് യോഗ്യത. അപ്പോൾ വന്നിട്ടുള്ള റിക്രൂട്ട്മെന്റിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ പ്രിസൺ ഓഫീസറിലേക്കാണ് പുതിയ റിക്രൂട്ട്മെന്റ് ഇപ്പോൾ ഓൺലൈനായിട്ട് കേരള PSC മുഖാന്തരം വിളിച്ചിട്ടുള്ളത്. പുതിയ നോട്ടിഫിക്കേഷനാണ്. മാക്സിമം നിങ്ങൾ യോഗ്യതയുള്ള സുഹൃത്തുക്കളിലേക്ക്, സഹോദരിമാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ 30/7/2024 ഗസറ്റഡിൽ ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കേണ്ട അവസാന തീയതിയായിട്ട് പറഞ്ഞിട്ടുള്ളത് 4/9/2024 വരെ നിങ്ങൾക്ക് ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അപ്ലൈ ചെയ്യേണ്ട മെത്തേഡ് പറയാം. നിങ്ങൾ കേരള PSCൻ്റെ വെബ്സൈറ്റിൽ 1 ടൈം രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്തവരാണെങ്കിൽ ഈ ഒരു കാറ്റഗറി നമ്പറിലൂടെ PSCൻ്റെ വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്ത് നിങ്ങൾക്ക് പറയാൻ പോകുന്ന യോഗ്യതയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. 263/2024 എന്നതാണ് കാറ്റഗറി നമ്പർ. സോ വന്നിട്ടുള്ള ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ, പോസ്റ്റിൻ്റെ ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഡിപ്പാർട്ട്മെൻറ്റ് പ്രിസൺ ആൻഡ് കറക്ഷണൽ സർവീസിലേക്കാണ് പുതിയ റിക്രൂട്ട്മെൻറ്റ് ഇപ്പോൾ ഫീമെയിൽ അസിസ്റ്റൻറ്റ് പ്രിസൺ ഓഫീസർ പോസ്റ്റിലേക്ക് വിളിച്ചിട്ടുള്ളത്. യൂണിഫോം പോസ്റ്റാണ്, അതുകൊണ്ട് തന്നെ ഫിസിക്കലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അത് മുന്നോട്ടേക്ക് പറയാം. അപ്ലൈ ചെയ്യേണ്ട മെത്തേഡ് മനസ്സിലായെന്ന് കരുതുന്നു. PSCൻ്റെ പ്രൊഫൈലിൽ നിങ്ങൾ ലോഗിൻ ചെയ്യുക. അതിനുശേഷം ഈ ഒരു കാറ്റഗറി നമ്പർ എൻ്റർ ചെയ്യേണ്ട സ്ഥലമുണ്ട്. അവിടെ എൻ്റർ ചെയ്ത് ഈ ഒരു പോസ്റ്റ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിലൂടെ അപ്ലൈ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. 27,900 തുടക്ക ശമ്പളം. 63,700 വരെ ശമ്പളം ലഭിക്കും. മുസ്ലിങ്ങൾക്കാണ് ഇതിന് അപ്ലൈ ചെയ്യുക. മുസ്ലിം വിഭാഗത്തിലുള്ള വനിതകൾക്ക്, ഫീമെയിൽ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസറാണ്. അപ്പോൾ മുസ്ലിം വിഭാഗത്തിലുള്ള വനിതകൾക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക. 4 ഒഴിവുകളാണ് മുസ്ലിംസിന് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് മെത്തേഡ് ഓഫ് അപ്പോയിൻമെൻറ്റ്. ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആണ് സ്റ്റേറ്റ് വൈഡ് ആയിട്ട്. പക്ഷേ ഒരു സ്പെഷ്യൽ റിക്രൂട്ട്മെൻ്റ് ആയതുകൊണ്ട് കേരളത്തിലുള്ള മുസ്ലിം കമ്മ്യൂണിറ്റിയിൽപ്പെട്ടിട്ടുള്ള വനിതകൾക്കായിരിക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. അപ്പം 18 വയസ്സ് മുതൽ 39 വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. 2/1/1985 1/1/2006 ഈ ഒരു ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ചവർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ മിനിമം 10ാം ക്ലാസ് മതി എന്ന് ശ്രദ്ധിക്കുക. SSLC മതി. 10ാം ക്ലാസ് പാസ്സായവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഫിസിക്കൽ ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ 150 സെൻറ്റിമീറ്റർ 150 സെൻറ്റിമീറ്റർ ഉയരം വേണം എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഐസൈറ്റ് പെർഫെക്റ്റ് ആയിരിക്കണം. പിന്നെ കേരള PSCൻ്റെ ഒരു പരീക്ഷയുണ്ട്. അത് പാസ്സായതിനു ശേഷം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇവിടെ ഏകദേശം 8 ഐറ്റംസ് ഫിസിക്കലിൽ നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് 8 ഐറ്റംസ് ഫിസിക്കലിലുണ്ട്. ആ ഒരു 8 ഐറ്റത്തിൽ നിന്ന് നിങ്ങൾ 5 എണ്ണം 5 ഇവൻറ്റ്സ് ഔട്ട് ഓഫ് 8 എണ്ണത്തിൽ നിന്ന് 5 എണ്ണം നിങ്ങൾ പാസ്സാവണം. 100 മീറ്റർ ഓട്ടം 17 സെക്കൻഡിൽ. ഇവിടെ നിങ്ങൾക്ക് ഐറ്റവും അതുപോലെ തന്നെ അതിൻ്റെ ഡിസ്റ്റൻസ്, ടൈം ഇപ്പുറം കൊടുത്തതായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ 100 മീറ്റർ റേസ് ഉണ്ട്, പിന്നെ ഹൈ ജമ്പ് ഉണ്ട്, ലോങ് ജമ്പ് ഉണ്ട്, പുട്ടിംഗ് ദി ഷോട്ട് ഉണ്ട്, 200 മീറ്റർ ഓട്ടം ഉണ്ട്, ത്രോയിങ് ദി ക്രിക്കറ്റ് ബോൾ ഉണ്ട്, ഷട്ടിൽ റേസ് ഉണ്ട്, സ്കിപ്പിംഗ് ഉണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് ഏതെങ്കിലും, സ്കിപ്പിംഗ് 1 മിനിറ്റിൽ 80 തവണയാണ്. അപ്പോൾ ഇതിൽ നിന്ന് ഏതെങ്കിലും ഒരു 5 എണ്ണം നിങ്ങൾക്ക് പാസ്സാകാൻ സാധിച്ചാൽ നിങ്ങൾ ഫിസിക്കൽ പാസ്സാവുന്നതായിരിക്കും. ആദ്യം പരീക്ഷ ഉണ്ടാവും PSCൻ്റെ. അത് കഴിഞ്ഞിട്ടാണ് നിങ്ങൾക്ക് ഈ ഒരു ഫിസിക്കൽ വരുന്നത്. 150 സെൻറ്റിമീറ്റർ ഉയരവും വേണമെന്ന് ശ്രദ്ധിക്കുക. സോ ഇപ്പോൾ നിങ്ങൾക്ക് അപേക്ഷിക്കാം. മാക്സിമം യോഗ്യതയുള്ള സഹോദരിമാരിലേക്ക്, നിങ്ങളുടെ സഹോദരന്മാരിലേക്കും എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. എങ്കിൽ കറക്റ്റ് യോഗ്യതയുള്ളവരിലേക്ക് എത്തുന്നതായിരിക്കും. ഒരു സ്പെഷ്യൽ റിക്രൂട്ട്മെൻ്റ് ആണെന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക.